Hello, welcome to Scholarship Asla. I am today presenting King Abdulaziz University Scholarship 2025-2026. But before that, please like and share and subscribe this video. ഞാൻ ഇന്ന് പ്രസന്റ് ചെയ്യുന്നത് കിങ് അബ്ദുലാസിസ് യൂണിവേഴ്സിറ്റി സ്കോളർഷിപ്പ് ആണ്. ഇറ്റ് ഈസ് എ ഫുള്ളി ഫണ്ടഡ് സ്കോളർഷിപ്പ് എന്ന് വെച്ചാൽ ഫുൾ കോഴ്സ് ഫീയും സ്കോളർഷിപ്പ് ആയിട്ട് ലഭിക്കുന്ന ഒരു കോഴ്സാണിത്. ഇത് ഇന്റർനാഷണൽ സ്റ്റുഡൻസിന് വേണ്ടിയിട്ട് ഉള്ളതാണ്. സൗദി അറേബ്യയിൽ ഡോക്ടറൽ സ്റ്റഡീസോ അല്ലെങ്കിൽ മാസ്റ്റേഴ്സോ ചെയ്യാൻ താല്പര്യമുള്ള ഒരാൾക്ക് ഈ സ്കോളർഷിപ്പ് ഉചിതമായിരിക്കും. ഇതിന്റെ ലാസ്റ്റ് ഡേറ്റ് എന്ന് പറയുന്നത് 31st December ആണ്. ദ ലാസ്റ്റ് ഡേറ്റ് ഈസ് 31st December. The scholarship is available for postgraduate students, MSc and for PhD across variety of academic fields including computer science, engineering, environmental sciences, Islamic studies, business and Arabic language and literature. ഈ ഫീൽഡുകളിലൊക്കെ MScയും PhD എടുക്കാൻ പറ്റും. ഏതൊക്കെ? കമ്പ്യൂട്ടർ സയൻസിൽ, എഞ്ചിനീയറിംഗിൽ, എൻവറോൺമെന്റൽ സയൻസുകളിൽ, ഇസ്ലാമിക് സ്റ്റഡീസിൽ, ബിസിനസ്സിൽ, അറബിക് ലാംഗ്വേജിൽ, പിന്നെ ലിറ്ററേച്ചറിൽ. പിന്നെ ഇതിൽ programs are taught in English for many faculties and applicants. Student must be exempt from IELTS if their prior education was conducted in English or if they meet the university language waiver condition. പ്രോഗ്രാംസ് പഠിപ്പിക്കുന്നത് ഇംഗ്ലീഷിലായിരിക്കും. പിന്നെ ഇത് അപ്ലൈ ചെയ്യുന്ന കുട്ടി ഒന്നുകിൽ IELTS പാസ്സായിരിക്കണം, അല്ലെങ്കിൽ IELTS ഇല്ലെങ്കിൽ പ്രിയർ എഡ്യൂക്കേഷൻ ഇംഗ്ലീഷിലായിരുന്നിരിക്കണം, അല്ലെങ്കിൽ അവരെന്ത് ചെയ്യണം, യൂണിവേഴ്സിറ്റിന്റെ ലാംഗ്വേജ് വേവർ കണ്ടീഷൻസ് മീറ്റ് ചെയ്ത ആൾക്കാരായിരിക്കണം. പിന്നെ സ്കോളർഷിപ്പ് ബെനിഫിറ്റ്സ് ആർ full tuition fees covered, monthly stipend of SAR 1900 is provided, additional monthly allowance for outstanding students are provided, free furnished accommodation is provided, round trip airfare ticket annually is provided, healthcare for the entire duration of studies got, and access to university facilities, research labs and recreational services. So benefits എന്തൊക്കെയാന്ന് വെച്ചാൽ ഫുൾ ട്യൂഷൻ ഫീ ഈ സ്കോളർഷിപ്പിൽ കവേർഡ് ആയിരിക്കും. എല്ലാ മാസവും 1900 SAR അഥവാ അറൌണ്ട് $500 സ്റ്റൈപ്പൻഡ് ആയിട്ട് ലഭിക്കും. ഔട്ട്സ്റ്റാൻഡിംഗ് സ്റ്റുഡൻസിന് ഇതൊന്നും കൂടാതെ അതിന്റെ എല്ലാ മന്തിലും മന്ത്ലി അലവൻസ് കൂടി കിട്ടും. പിന്നെ അക്കോമഡേഷൻ ഫ്രീ ആയിരിക്കും. ഒരു വർഷത്തിൽ റൗണ്ട് ട്രിപ്പ് എയർഫെയർ ടിക്കറ്റ് കിട്ടും. പിന്നെ നമ്മുടെ ഹെൽത്ത് കെയർ അവർ ഫ്രീ ആയിട്ട് ചെയ്തു തരും ഈ സ്റ്റഡിയുടെ ഡ്യൂറേഷനിൽ. പിന്നെ യൂണിവേഴ്സിറ്റി ഫെസിലിറ്റീസും റിസർച്ച് ലാബും റിക്രിയേഷണൽ സർവീസസ് ഒക്കെ നമുക്കപ്പോൾ ആക്സസ് ഉണ്ടാവും. ഇനി എലിജിബിലിറ്റി ക്രൈറ്റീരിയനെ കുറിച്ച് പറയുകയാണെങ്കിൽ മസ്റ്റ് ഹോൾഡ് എ ബാച്ചിലേഴ്സ് ഡിഗ്രി ഫോർ മാസ്റ്റേഴ്സ് പ്രോഗ്രാം ഓർ മാസ്റ്റേഴ്സ് ഡിഗ്രി ഫോർ എ ഡോക്ടറൽ പ്രോഗ്രാം. മാസ്റ്റേഴ്സ് പ്രോഗ്രാം പഠിക്കാനാണ് ഈ സ്കോളർഷിപ്പ് എടുക്കുന്നതെന്നുണ്ടെങ്കിൽ ബാച്ചിലേഴ്സ് ഡിഗ്രി ഉണ്ടായിരിക്കണം. PhDക്ക് വേണ്ടി നോക്കുന്നവർക്ക് മാസ്റ്റേഴ്സ് ഡിഗ്രി ഉണ്ടായിരിക്കണം. എ സ്ട്രോങ് അക്കാഡമിക് റെക്കോർഡ് ആൻഡ് ഡെമോൺസ്ട്രേറ്റഡ് ഇൻട്രസ്റ്റ് ഇൻ റിസർച്ച് ഈസ് നീഡഡ്. നല്ല സ്ട്രോങ് ആയിട്ടുള്ള അക്കാഡമിക് റെക്കോർഡ് ഉണ്ടായിരിക്കണം. നല്ല പ്രീവിയസ് കോഴ്സിൽ നല്ല മാർക്ക് ഉണ്ടായിരിക്കണം. പിന്നെ റിസർച്ചിന്റെ നല്ല ഡെമോൺസ്ട്രേറ്റഡ് ഇൻട്രസ്റ്റ് ഉണ്ടായിരിക്കണം. പിന്നെ PhD പഠിക്കാൻ പോകുന്ന കുട്ടികൾക്കാണെങ്കിൽ 35 വയസ്സിൽ കുറവായിരിക്കണം. മാസ്റ്റേഴ്സ് പഠിക്കാനുള്ള കുട്ടികൾക്ക് 30 ഇയേഴ്സിൽ കുറവായിരിക്കണം ഏജ്. പിന്നെ ഗുഡ് കമാൻഡിംഗ് ഓഫ് ഇംഗ്ലീഷ് പ്രൂഫ് റിക്വയർഡ് ഇഫ് നോട്ട് അറ്റംപ്റ്റ്. നല്ല ഇംഗ്ലീഷിൽ നല്ലോണം സംസാരിക്കാനുള്ള കഴിവുണ്ടായിരിക്കണം. മസ്റ്റ് മീറ്റ് ദ അഡ്മിഷൻ റിക്വയർമെന്റ്സ് ഓഫ് ദ ചൂസൺ പ്രോഗ്രാം. ഏത് പ്രോഗ്രാമാണോ എടുക്കുന്നത് അതിനുള്ള അഡ്മിഷൻ റിക്വയർമെന്റ്സ് ഉള്ള ആളായിരിക്കണം. പിന്നെ ലാസ്റ്റ് ഡേറ്റ് എന്ന് പറഞ്ഞത് 31st December ആണ്.